പലപ്പോഴായിട്ട് ഇപ്പോൾ BJP ഗവൺമെന്റ് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു കോൺട്രവേഴ്സിയാണ് നമ്മുടെ സിനിമകളിൽ പല ആരും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എമ്പുരാൻ വന്നപ്പോൾ അത് പ്രശ്നമായി. കാരണം അതിൽ ഗുജറാത്ത് റയോട്ട് കാണിക്കുന്നു, ഒരു പാർട്ട് മാത്രം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നു, കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ രീതിയിൽ നമ്മുടെ കേരള സ്റ്റോറീസ് ഒക്കെ ആ സിനിമയ്ക്ക് വന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അത് ശരിക്ക് ട്രൂ കാര്യമാണ്, അല്ലെങ്കിൽ അത് ജനങ്ങൾ കാണേണ്ട സിനിമയെന്ന് പറഞ്ഞിട്ട് വാഴ്ത്തപ്പെട്ടു. എമ്പുരാനിൽ കാണിച്ചപ്പോൾ അത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെതിരെയുള്ള ഒരു രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് ശരിക്കും അവർക്കൊരു മുസ്ലിം കമ്മ്യൂണിറ്റീനോ എതിരെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലല്ലേ? ഇതേ പറ്റിയിട്ട് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് കേരള ഫയൽസ് എമ്പുരാനും നമ്മളിതെല്ലാം ചർച്ച ചെയ്യണം. കേരള ഫയൽസ് സിനിമ ഫസ്റ്റ് നമുക്ക് സിനിമ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് ആ ഇഷ്യൂലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. സിനിമ എന്താണ്? കൊമേഴ്സ്യൽ സിനിമയുണ്ട്, ഡോക്യുമെൻ്ററി മൂവീസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ 2 പടങ്ങളെ പറ്റിയിട്ട് സിനിമകളെ പറ്റി ചർച്ച ചെയ്തു. കേരള സ്റ്റോറി, എമ്പുരാൻ വന്നാൽ എങ്ങനെയാണ്? പക്ക കൊമേഴ്സ്യൽ മൂവിയാണ്. ലൂസിഫർ, സെക്കൻഡ്, സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രഹാം ഖുറേഷി, അവരെല്ലാവരെയും, ജതിൻ രാംദാസ്, ആ ഒരു ഫിക്ഷൻ മൂവി തരത്തിൽ വന്ന സിനിമയാണ് അത്. നമ്മൾ ഫിക്ഷൻ മൂവി പ്രതീക്ഷിച്ച് അവിടെ പോകുന്നു. ഓക്കെ. സെക്കൻഡ് കേരള സ്റ്റോറി പക്ക ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ വന്ന സിനിമയാണ്. അതൊരു ട്രൂ ഇൻസിഡൻറ്റിനെ ആസ്പദമായിട്ടാണ്. ഇത് പട്ടും പരവതാനിയും വിരിച്ചാണ് കേരളത്തിൽ ആ സിനിമയെ സ്വീകരിച്ചതെന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. ഇവിടെ നമുക്കറിയാം, DYFIൻ്റെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നോക്കിയാൽ മുസ്ലിം ലീഗിലും അങ്ങനെ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന മുഴുവൻ യുവജന പ്രസ്ഥാനങ്ങളിലെയും സംഘടനകളിലെയും ഒപ്പോസിഷൻ സംഘടനകളിലെയും ഒക്കെ ഇന്ന് കലാകാരൻ്റെ സ്വാതന്ത്ര്യം പറയുന്ന ആൾ, അന്ന് അതിനെ എതിർത്തിട്ടുണ്ട് ആളുകളെല്ലാവരും ഉണ്ട്, അവരുടെ ഫേസ്ബുക്ക് മീഡിയയിലുണ്ട്. ഞാൻ ഇതെല്ലാം കാണാൻ ബേസിക്കലി BJPനെ സംബന്ധിച്ചിടത്തോളം BJPൻ്റെ ഒരു ഇഷ്യൂലുള്ള നിലപാട് പറയേണ്ട ആരാണ്? സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്, സ്റ്റേറ്റ് പ്രസിഡന്റാണ്. BJPന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പം മറ്റൊരു ആംഗിളിൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ കാണില്ല. ഒരു പ്രേക്ഷകന് കാണാതിരിക്കാനുള്ള റൈറ്റ് ഇല്ലേ? കാണാതിരിക്കാനുള്ള റൈറ്റും ഉണ്ട്, കാണാനുള്ള റൈറ്റും ഉണ്ട്. അപ്പം ഈ BJPന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഈ സിനിമ കാണില്ല. ആദ്യം പറഞ്ഞത് ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന കണക്ക് നമ്മളെല്ലാവരും ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, ഞാൻ ലൂസിഫർ ഫസ്റ്റ് ഡേ ഫാൻ ഷോ കണ്ട ആളാണ്, എമ്പുരാനും കണ്ട ആളാണ്. അപ്പം അതിനുശേഷം അദ്ദേഹവും പറഞ്ഞു അദ്ദേഹം തിരക്കേറിയ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം സിനിമയെ സ്നേഹിക്കുന്ന സിനിമകളാണ് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ആ സിനിമ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുമെന്നുള്ള രീതിയിൽ. അപ്പം അതിന് ശേഷമാണ് ഈ കോൺട്രവേഴ്സിയും ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ബേസിക്കലി ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും വിശ്വാസങ്ങളോടും നീതി പുലർത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന് പൊതുപ്രവർത്തനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളെല്ലാവരുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഏടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗുജറാത്ത് റൈറ്റ്സ്. ഈ ഗോത്രയിൽ തീവെപ്പുണ്ടായിരുന്നില്ല എങ്കിൽ ഈ സാധനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്നത്. എല്ലാവരെയും ഗോത്രയുടെ കലാപചരിത്രം തുടങ്ങുന്നത് എപ്പോഴാണ്? 68 തുടങ്ങുകയാണ്. 68 തുടങ്ങി 90കളിലും 80കളിലും ഒക്കെ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മൾ നരേന്ദ്രമോദിനെ കുറ്റം പറഞ്ഞു, അവിടുത്തെ ഭീകരനാണ്, അങ്ങനെയാണ്. 2002 റൈറ്റിന് ശേഷം ഇതുവരെ അവിടെ റൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളത് പരിശോധിക്കുന്നതിന്റെ ചരിത്രം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ എമ്പുരാൻ നമ്മളൊരു സിനിമയ്ക്ക് എതിരെയല്ല. ഇപ്പം അവർ കട്ട് ചെയ്തത് അവർ റീ എഡിറ്റിങ് തോന്നി. ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ചാനലിൽ ഇപ്പം ഇതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ പണ്ട് പറയുമായിരുന്നു ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം BJPക്കാരാണ് എഴുതി കൊടുത്തേക്കുന്നതെന്ന്. എന്നിട്ട് ഇവർ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ
സ്വാഭാവികമായ വികാരങ്ങൾ വരുന്ന സമയത്ത് അത് മൊത്തം BJP ആണ് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ ഒരു ഐറണി, അവരുടെ സൗകര്യാർത്ഥം ഈ കാര്യങ്ങൾ മാറ്റുന്നു. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ സ്വാഭാവികമായ ഒരു വൈകാരിക പ്രതികരണത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, BJP ഉൾക്കൊള്ളുന്നു. അത് നമുക്ക് അതോട് ചേർന്നിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇപ്പോൾ ഒരു ട്രൂ സ്റ്റോറിയാണ് സിനിമ. നമ്മൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു ട്രൂ സ്റ്റോറിയാണ് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിന്റെ സത്യസന്ധതപരമായിട്ട് ആ കാര്യം അവതരിപ്പിക്കണം. അതിനവർ തയ്യാറാണമായിരുന്നു. ബേസിക്കലി ഒമറിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നുള്ളത് ഗുജറാത്ത് ഗോത്രക തീവപ്പ് എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ട് ലൂസിഫർ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നത്. അപ്പൊ അതേപോലെ ഇന്ന് നീതി പുലർത്തി ആ സിനിമ എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ ഇത് എല്ലാവരും ചർച്ച ചെയ്യണം. വരുന്ന എല്ലാ ആളുകളും എന്തായിരുന്നു അവിടെ നടന്നതെന്നും. ബേസിക്കലി നമ്മൾ എമ്പുരാൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, കേരള സ്റ്റോറിയുടെ കാര്യം ചർച്ച ചെയ്തു. ഇപ്പം ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെയുള്ള സോക്കാൾഡ് BJP ആളുകൾക്ക് അനുകൂലമായിട്ട് ഉള്ള സിനിമകൾക്ക് അവർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അന്നേരം അവർ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും ഇടതുപക്ഷത്തിന് എതിരായിട്ടും ഇവർക്കെതിരായിട്ടും ഒക്കെ സിനിമ വരുന്ന സമയത്ത് അതിനെ പെട്ടിയിലാക്കും. TP 51 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കഴിഞ്ഞ ദിവസം പാർലമെന്റിലൊക്കെ വന്ന. അതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തി കഴിഞ്ഞ ദിവസം ചാനലിൽ ഒന്ന് പറഞ്ഞ കാര്യം, രാത്രിയിൽ കുഞ്ഞുങ്ങളെ അടക്കം ഫ്ലാറ്റിൽ നിന്ന് CPM-കാർ ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. അത് ഈ കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ണൂർ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. പിന്നെ ഇപ്പോഴും പെട്ടിയിലിരിക്കുന്ന അഭിമന്യു എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾക്ക് ഈ അവസരങ്ങൾ ഈ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്.